തൊട്ടുമുമ്പ് പ്രേക്ഷകർ കണ്ട പരസ്യം ഫ്ലവേഴ്സ് ഒരുവഴിയുടെ ആ പ്രൊമോയിൽ ഉള്ള ആളുടെ പേര് ജോഷി എന്നാണ്. പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ കരുവന്നൂരിൽ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വവും അതിൻ്റെ കങ്കാണിപ്പടയും അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ 21 ശസ്ത്രക്രിയ കഴിഞ്ഞ മനുഷ്യനാണ്, 2 ട്യൂമർ കഴിഞ്ഞ മനുഷ്യനാണ്. ആ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അനുവാദം വേണം എന്ന് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ദയാഹർജിക്കായുള്ള അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന മനുഷ്യനാണ്. എന്നാണ് ആത്മഹത്യ പറയുന്ന തീയതി? മഹാത്മാവിനെ വെടിവെച്ച് കൊന്ന ആ ദിവസം എനിക്ക് മറ്റു വഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അനുവാദം വേണം എന്നാവശ്യപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. ഞാൻ ഭംഗ്യന്തിരാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ജിതീഷ് മുതുകാട്, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ മകളുടെ പെൻഷൻ വാങ്ങിയതൊക്കെ എന്തോ മാരകാപരാധം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു പരാതി കിട്ടി, ഞങ്ങൾ പോയി കണ്ടു, അതിദരിദ്രനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കാല് വയ്യാത്ത ആളാണ്, അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നരേഗ പദ്ധതിയിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി 99 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അദ്ദേഹത്തിന് കിട്ടി, അതിൻ്റെ പണം അദ്ദേഹം സഹകരണ ബാങ്ക് വഴി കൈപ്പറ്റി. യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ പരിമിതാധികാരത്തിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് പഞ്ചായത്ത് ചെയ്തു, ജിതീഷ് അല്ലേ? പഞ്ചായത്തിനെതിരെ പ്രിയപ്പെട്ട ജോസഫ് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പെൻഷൻ ലഭ്യമാകുന്നില്ല, അതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ടമായിട്ടൊരു കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി റോഡ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അയൽവാസികളായ 2 ആളുകളുടെ വീട്ടിലേക്ക് ഏകദേശം 10 ലക്ഷം രൂപ മുടക്കി റോഡുണ്ടാക്കി. ആ സമയത്തും ഇദ്ദേഹത്തിന് റോഡ് കൊടുത്തില്ല. ഏകദേശം 1.5 വർഷക്കാലം ഈ മനുഷ്യൻ ഗ്രാമപഞ്ചായത്ത് കയറി ഇറങ്ങി നിരവധി പരാതികൾ കൊടുത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ ഉപവാസം ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് നേരിട്ട് പോയി സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വകയിരുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കി കൊടുക്കുന്നത്. 2 നേരത്തെ ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ 99 ദിവസത്തെ പണിയുടെ കണക്ക് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു വർഷം ജീവിക്കാൻ 32,967 രൂപ മതിയാകുമോ? ഈ പണി എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് കിട്ടിയതല്ല, ഒരു വർഷം കൊണ്ടാണ് 99 പണി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 42 വയസ്സുള്ള കുട്ടി സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ സാമ്പത്തിക ബാധ്യത തീർത്തും അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് ഹൃദ്രോഗം വന്ന് മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ആ കുട്ടിയെ നോക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 11 മാസമായി ആ കുട്ടിയെ മറ്റൊരു കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ്. ആ കേന്ദ്രത്തിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി തീരുമോ? അദ്ദേഹം ആ കുട്ടിയുടെ രക്ഷിതാവാണ്. സ്വാഭാവികമായും ഈ പെൻഷൻ വാങ്ങി എന്ന് പോലും ആരോപിക്കപ്പെടുമ്പോൾ അർഹതപ്പെട്ട പെൻഷനാണ് ആ കുട്ടിക്ക്. അല്ല, ഈ കുട്ടിയെ 2 മാസം ഈ കുട്ടിയെ ഈ പറയുന്ന അനാഥാലയത്തിലേക്ക് മാറ്റാനുള്ള കാരണം എന്താണ്? ഈ മനുഷ്യന് 2 കാൽ കുത്തി നടക്കാൻ വയ്യ, അത് കിടപ്പ് രോഗിയാണ്, ഭാര്യ കൂടി മരിച്ചു, ഒരു പരാശ്രയമില്ലാതെ ഈ കുട്ടിയെ നോക്കാൻ ഈ പാവം മനുഷ്യന് കഴിയില്ല. ആ സാഹചര്യത്തിലാണ് ഹൃദയം പറയുന്ന വേദനയിൽ അങ്ങോട്ടേക്ക് മാറ്റിയതല്ലേ ജിതീഷ്? അതുപോലും കുറ്റമായി അവതരിപ്പിച്ചാലോ? അതെ, അതുകൊണ്ടാണ് മാറ്റിയത്. അതുപോലും എന്ത് ചെയ്യുന്നു, വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസം ഇല്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ള ഓരോരോ തെളിവുകൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മുതുകാട് അങ്ങാടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. ആ 4 കിലോമീറ്റർ ദൂരത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകണമെങ്കിൽ 120 രൂപ അദ്ദേഹം കൊടുക്കണം. ആഴ്ചയിൽ ഒരു 2 തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ മുതുകാട് അങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി ഓട്ടോ ചാർജ്? നേരത്തെ പറഞ്ഞ 99 രൂപയുടെ പണിയും അതുമായി കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ? മാസത്തിൽ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ബഡ്ജറ്റ് ഉണ്ടാക്കിയ ആളാണ് ജോസഫ് എന്ന് പറയുന്ന ആള്. ആ ബഡ്ജറ്റ് താളം തെറ്റിയപ്പോ, അത് തകർന്നപ്പോ മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്തു 2.5 മാസം മുമ്പ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് FB ലൈവിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചു എന്ന്. എന്തർത്ഥത്തിലാണ് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ മരണത്തെ പോലും, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴും വീണ്ടും വീണ്ടും കൊല്ലാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇടതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്തിനാണ് ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്?
ഇവിടെ നേരത്തെ ഇടതുപക്ഷ സഹയാത്രികനും BJP-യുടെ പിന്നെ പ്രതിനിധിയും ഇവിടെ പറഞ്ഞതിൽ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. പെൻഷന്റെ കാര്യം 18 മാസം പെൻഷൻ തടഞ്ഞു എന്ന് അല്ലെങ്കിൽ കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല എന്ന് എത്ര കാലമായിട്ട് കേൾക്കുന്നു. ഇവിടെ M സ്വരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ MLA 26/4/2017 നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രൻ ആ ചോദ്യോത്തരത്തിന്റെ പിന്നെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ നിങ്ങളുടെ ഡോക്ടർ തോമസ് ഐസക് പറയുന്ന മറുപടി ഉണ്ട്. 3 മാസത്തെ പെൻഷനാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കാൻ അതിന്റെ കാരണം പറയുന്ന സാമ്പത്തിക പ്രയാസമല്ല. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ എന്താണ് ഡിഫൻസിന്റെ സമയമല്ലാത്ത കാരണം ഞാൻ ഹസ്കർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആ ചോദ്യോത്തരം കിടപ്പുണ്ട്. അത് വിട്ടുകളഞ്ഞാണ്. ശ്രീ ഹസ്കർ, ഇന്ന് രാവിലെ ഒറ്റ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു മുഴുമിപ്പിച്ചോട്ടെ. പറഞ്ഞു പൂർത്തിയാക്കൂ ജിതീഷ്, പറഞ്ഞു പൂർത്തിയാക്കൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു മുഴുമിപ്പിച്ചോട്ടെ. പറഞ്ഞു പൂർത്തിയാക്കൂ. BJP-യുടെ പ്രതിനിധിയോടാണ് പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പെൻഷന്റെ കാര്യം. BJP ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദേശീയ കുടുംബ സഹായ നിധി എന്ന് പറയുന്ന ഒരു നിധിയുണ്ട്. അത് ഏറ്റവും ഗ്രാമീണരായ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള പിന്നെ ഒരു പദ്ധതിയായിരുന്നു. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രകാരം കുടുംബനാഥൻ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ആദ്യം 50,000 രൂപയായിരുന്നു, പിന്നെ 75,000 രൂപയായി, പിന്നെ 1 ലക്ഷം രൂപയുടെ ധനസഹായം കൊടുത്തിരുന്നു ദേശീയ കുടുംബ സഹായ നിധിയിൽ. 2016 ശേഷം ഒരു കുട്ടിക്ക് പോലും ആ പണം കൊടുത്തിട്ടില്ല. അത് ഏറ്റവും നല്ലൊരു പദ്ധതിയായിരുന്നു. 8 വർഷമായിരിക്കുന്നു ആ പദ്ധതിയിൽ പണം കൊടുക്കാതിരിക്കുന്നു. മാത്രവുമല്ല IAY എന്ന് പറയുന്ന ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു നമുക്ക്. ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 500 വീട് ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനും കൊടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ആ IAY എന്ന് പറയുന്ന പദ്ധതി, ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നിർത്തലാക്കി. നിങ്ങൾ PMAY എന്ന് പറയുന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി പ്രകാരം കേവലം 100-ൽ താഴെ വീട് മാത്രമാണ് ഒരു വർഷം നമുക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും ഒരുപോലെ തെറ്റുകാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കണം. രണ്ടു കൂട്ടരും തെറ്റുകാരാണ്. അതിനെ സമർത്ഥിക്കാനുള്ള കണക്കുകൾ എന്റെ പക്കലുണ്ട്. ഞാൻ എത്താം.